കണ്ണൂരിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന അർജുൻ ആയങ്കിയെ കോതമംഗലത്തും ഊന്നുകല്ലിലും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടികൾ പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചു. കോതമംഗലം കോടതിയിൽ നിന്ന് പ്രൊഡക്ഷൻ വാറന്റ് വാങ്ങിയ ശേഷമാകും പ്രതിയെ കോതമംഗലത്തേക്ക് കൊണ്ടുവരിക. ഞായറാഴ്ച പുലർച്ചെയാണ് ഒളിവിലായിരുന്ന അർജുനെ പോലീസ് പിടികൂടിയത്. കാപ്പ ചുമത്തി അർജുനെ ജയിലിലടയ്ക്കാനുള്ള നീക്കവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർ പ്രശാന്ത് കുമാറിനെതിരെയും ഊന്നുകൽ പോലീസ് ഇൻസ്പെക്ടർ BS ആദർശിനെതിരെയും ഭീഷണി മുഴക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തുവെന്ന കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ കോതമംഗലം ഊന്നുകൽ സ്റ്റേഷനുകളിലുള്ളത്. ഈ കേസിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കുന്നതിനിടെയാണ് കണ്ണൂരിലെ ഒളിസങ്കേതത്തിൽ നിന്ന് അർജുനെ പോലീസ് പിടികൂടിയത്. ആഭ്യന്തരമന്ത്രിക്കെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ അർജുൻ ഇപ്പോൾ റിമാൻഡിലാണ്. കോതമംഗലം ഊന്നുകൽ കേസുകളിൽ അറസ്റ്റും വിശദമായ ചോദ്യം ചെയ്യലും ഉൾപ്പെടെ ഇനി നടത്തേണ്ടതുണ്ട്. കണ്ണൂരിലെ കോടതിയിൽ നിന്ന് അനുമതി വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർന്ന് കോതമംഗലം കോടതിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ വാറന്റ് വാങ്ങി കോതമംഗലം കോടതിയിൽ ഹാജരാക്കുകയുമാണ് ചെയ്യേണ്ടത്. കോതമംഗലം കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും ചോദ്യം ചെയ്യൽ. കാപ്പ ചുമത്താൻ നീക്കം നടക്കുന്ന സാഹചര്യത്തിൽ അതിനു മുമ്പേ തന്നെ കോതമംഗലം ഊന്നുകൽ സ്റ്റേഷനുകളിലെ കേസുകളുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കും. കാപ്പ ചുമത്തി ഉത്തരവുണ്ടായാൽ അർജുൻ ആയങ്കിയെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും. പിന്നീട് 6 മാസമെങ്കിലും ജയിലിൽ തുടരാനാണ് സാധ്യത. പുന്നേക്കാട് നിന്ന് ആദ്യം അറസ്റ്റിലായ ശേഷം ജാമ്യം നൽകിയപ്പോഴുള്ള വ്യവസ്ഥകൾ അർജുൻ ലംഘിച്ചതിനാൽ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് നൽകിയ അപേക്ഷ കോതമംഗലം കോടതി അടുത്ത ദിവസം പരിഗണിക്കും. GTV ന്യൂസ്, കോതമംഗലം.